എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ഓഫീസ് ബാഗുകളുടെയും കുറച്ച് ചെറിയ ബാഗുകളുടെയും കളക്ഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന ബാഗ് ഇതൊരു ചെറിയ ബാഗാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ വാറ് വന്നിരിക്കുന്നത് കണ്ടോ, മുടി മടങ്ങിയത് പോലെയുള്ള മെടഞ്ഞ ഒരു വാറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പിനൊരു വ്യത്യാസം കണ്ടോ, വീനെക്കിലാണ് ഇതിന്റെ ഈ മുകൾ ഭാഗം വന്നിരിക്കുന്നത്, എന്നിട്ടാണ് ഈ പിടുത്തം വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഇങ്ങനെ പിടിക്കേണ്ടവർക്ക് ഇത് ഇതുപോലെ പിടിക്കാം. അതല്ല സ്ലിങ് വേണമെന്നുള്ളവർക്ക് തന്നെ ലെങ്തിലുള്ള സ്ലിങ് വേറെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ രണ്ടു തരത്തിലും ഇത് ഇടാം. ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഒന്നുകിൽ ഇങ്ങനെ പിടിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലിടാം. ഇങ്ങനെ അതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ല പറയാനായിട്ട്. ഇതിന്റെ പ്രത്യേകത ഇതുപോലെ ഒരു വി നെക്ക് പോലെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. എന്നിട്ട് ഇതിന്റെ സെന്ററിൽ രണ്ട് കള്ളിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ 3 ഫോൾഡിന്റെ കൊട കൊള്ളില്ല കേട്ടാ. 5 ഫോൾഡിന്റെ കൊടയാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. ഇതാ ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 440. ഇപ്പൊ ഇതൊക്കെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ബാഗുകളാട്ടാ. ബാഗിന് അത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വെയിറ്റ് ഇല്ലാത്തത് ബാഗിന്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 440. ഇതിന് ഫസ്റ്റ് കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഡാർക്ക് ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു ബ്രൗണിന്റെ ഒക്കെ ഒരു ടിന്റ് അതിൽ കയറി വരുന്നുണ്ട്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ മെറൂൺ കളറാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു മൗ ഷെയ്ഡ്. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് ഒരു ഗ്രീനിന്റെ ഒരു ലൈറ്റ് ടിന്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ കറക്റ്റ് ഏത് ഗ്രീൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇത് വീഡിയോയിൽ കറക്റ്റ് കളറാണോ കിട്ടണേ? വീഡിയോയിൽ ഇത് കറക്റ്റ് കളർ തന്നെയാട്ടോ. അപ്പോ ഇത്രയ്ക്ക് ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതില് എല്ലാ കളറിന്റെയും ഒരുപാട് പീസുകൾ ഉണ്ടാവില്ല. ഏതൊക്കെയോ കളറുകൾ കുറച്ചുണ്ട്. അപ്പൊ ഇതിന് ഒരു വെറൈറ്റി കണ്ടപ്പോൾ ഞാൻ അത് എടുത്തിട്ട് വന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ബാഗിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 440. നെക്സ്റ്റ് ബാഗ് കാണിക്കുന്നത് നമുക്ക് ഓഫീസ് ബാഗായിട്ട് ഡെയിലി ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഒരുപാട് വലുപ്പമല്ല, എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള ബാഗാണ്. ഫസ്റ്റ് കാണിക്കുന്ന കളറ് ഒരു പീകോക്ക് ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതില് ഇതിന്റെ ഡിസൈൻ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇതിങ്ങനെ അടിച്ചടിച്ച് പോയിരിക്കുന്നത്. പിന്നെ ഇതില് ഫ്രണ്ടില് കാണുന്നോടത്ത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ്. ഫ്രണ്ടിൽ ഇത്രയും സ്പേസ് ഇതിനുണ്ട്. ബാക്ക് സൈഡില് ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇത് വിടർത്തി കഴിയുമ്പോൾ 2 കള്ളികളാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിപ്പോ ഇതിലത്തെ ഈ പേപ്പറുകളൊക്കെ എടുത്ത് കളഞ്ഞ ഇതിന്റെ ഉള്ളിൽ നല്ലോണം സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ വെള്ളത്തിന്റെ കുപ്പി, ഭക്ഷണം അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. കണ്ടോ, ഇത്രയ്ക്ക് നല്ല സ്പേസ് ഉള്ള ബാഗാണ്. പിന്നെ ഇതിന്റെ ഉള്ളില് ഒരു സിബും ഒരു പോക്കറ്റും വേറെ ഉണ്ട്. അപ്പോ ഇതും അതെ, ബാഗിന് കനമില്ല. ചില ബാഗുകൾക്ക് കനുണ്ടാവില്ലേ, ഇത് ബാഗിന് കനമില്ലാത്ത ബാഗാണ്. ഇതിന് ഇങ്ങനെ മാത്രമേ പിടിക്കാനുള്ളൂ. ലെങ്തില് ഷോൾഡറിൽ തൂക്കിയിടണം, കുറെ ലെങ്ത് വേണം എന്നുള്ളവർക്ക് ഇത് പറ്റില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വള്ളി, ഇത്ര മാത്രമേ ഉള്ളൂ. ലെങ്തിലിടാനുള്ള സ്വിങ് ഇല്ല. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 700 രൂപയാണ്. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ ഇനിയത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. പിന്നത്തെ ഷെയ്ഡ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്. കണ്ടോ, ഇങ്ങനെ 4 കളറുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഡെയിലി ജോലിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. പിന്നെ ഇതിലിപ്പോ ഇങ്ങനെ ഒരു സിൽവർ കളർ അത് കാണുന്നില്ലേ, അത് ഒരു കംപ്ലൈന്റ് അല്ല കേട്ടോ. ഒരു തുണി എടുത്ത് തുടച്ചിട്ടുണ്ടെങ്കിൽ അത് പോകും. അത് ഈ ലൈനുകൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് പോയിരുന്നു. ആ മാർക്കാണ് കേട്ടോ, അതല്ലാതെ അതൊരു ഡാമേജ് അല്ല. നെക്സ്റ്റ് ബാഗ് ഇത് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന, ഇതൊക്കെ ഈ ബാഗ് കാണുമ്പോൾ തന്നെ അറിയണില്ലേ, ഒരു സ്റ്റാൻഡേർഡ് ബാഗാണ്, ഒരു ക്വാളിറ്റി ഉള്ള ബാഗാണിത്. ഇത് കാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന് ലെങ്തില് ഇടാനുള്ള സ്ലിങ് ഇല്ല കേട്ടോ. ഇതും നമുക്ക് ഇങ്ങനെ ഇടാം, അതല്ലെങ്കിൽ പിന്നെ തോളിലിടാൻ പറ്റും. ഒരുപാട് ലെങ്തില് വേണം എന്നുള്ളവർ ഇത് എടുക്കരുത്, അതിനുള്ള സ്ലിങ് ഇതിലില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്കില്
ഒരു സിബും ഒരു പോക്കറ്റും ബാക്ക് സൈഡിലുണ്ട്. പിന്നെ ഇതിന് ഇതിന് സ്ലിംഗ് ഉണ്ട് കേട്ടോ, നീളത്തിൽ ഇടാനായിട്ടുള്ള സ്ലിംഗ് ഉണ്ട്. ആ സ്ലിംഗ് ഇടാനുള്ള ഓപ്ഷൻ ഇതിന്റെ ഉള്ളിലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് കണ്ടില്ല, ഇപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ. സ്ലിംഗ് ഉണ്ട്, ലെങ്ത്തിൽ ഇടാനുള്ള സ്ലിംഗ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ സെന്ററിലുള്ള ഈ പോർഷൻ തുറന്നു കഴിയുമ്പോ സ്ലിംഗ് ആണ്, സ്ലിംഗ് ഇതിന്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. ഇത് നമ്മള് ഈ രണ്ട് സെന്ററിൽ ഒരു സിബും പോക്കറ്റും ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പോർഷനാണ് കണ്ടോ. ഇത്രയ്ക്കും സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതില് ഒരു സൈഡിൽ ഇങ്ങനെ സിബ് വിത്ത് പോക്കറ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു സൈഡിൽ സിബ് ഇല്ലാതെ ഒരു പോക്കറ്റ്. ഇതിന്റെ ഉള്ളിൽ ഈ അടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ നല്ല മെറ്റീരിയൽ കൊണ്ടുള്ള നല്ല മെറ്റീരിയലാണ് ഇതിന്റെ ഉള്ളിലൊക്കെ വെച്ച് അടിച്ചിരിക്കുന്നത്. ഇതിൽ 3 ഫോൾഡിന്റെ കൂടെ വെള്ളം കുപ്പി, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ, ഇപ്പൊ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ്, അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത്. ഒരു നല്ലൊരു ഗ്രേയും ലാവൻഡറിന്റെ ചെറുതായിട്ടൊരു ടിന്റ് കൂടി ഇതിൽ കയറി വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1040. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച കളർ ഇതല്ലേ, ഇനിത്തെ കളർ എന്ന് പറയുന്നത് നല്ലൊരു പിങ്കിന്റെ ഒരു ഷെയ്ഡാണ്. ഇതില് റോസ് ഗോൾഡിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് പറയാം, അങ്ങനത്തെ നല്ലൊരു ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ് കണ്ടോ. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ക്യാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഓരോന്നിന്റെയും റേറ്റ് വരുന്നത് 1040. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ബ്രാൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോ ഇങ്ങനെയാണ് 3 ഷെയ്ഡ്, ഓരോന്നിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1040. ബാഗ് കണ്ടോ, ഈ ബാഗ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു ബാഗാണ്. ഇത് ക്ലോത്തിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് ഇങ്ങനെ. ഇതിന് ഇങ്ങനെ മാത്രം പിടിക്കാനേ ഉള്ളൂ, നീളത്തിൽ ഇടാനുള്ള സ്ലിംഗ് ഇല്ല. ഇങ്ങനെ നമുക്ക് തോളിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ബാഗാണ്. ഒരുപാട് നീളം വേണമെന്നുള്ളവർ ഇത് എടുക്കരുത്, ഇതിൽ അങ്ങനെ സ്ലിംഗ് ഇടാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് ഒരു ചെറുപയർ പച്ചയുടെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതില് വാറൊക്കെ ചെറുപയർ പച്ച. ഇവിടെ വരുമ്പോ ഇതുപോലത്തെ ഒരു സിൽവർ ബേസിൽ ഇങ്ങനെ ഒരു റൗണ്ട് ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കണ്ടോ. ഫ്രണ്ട് പോർഷൻ ആണ് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇതുപോലെ. അപ്പൊ ഇതില് ഫ്രണ്ട് സൈഡില് ഇവിടെ സെന്ററില് ഒരു സിബ് ഉണ്ട്. ഇതില് എന്റെ ഈ കൈപ്പത്തി കിടക്കുന്ന അത്രയും വീതിയുണ്ട്. അപ്പൊ നമുക്ക് അതിലും പൈസ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു പോക്കറ്റ് വരുന്നതാ. ഇതിലും അതെ, ഇതിൽ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും, നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് കണ്ടോ, ബാക്ക് സൈഡിൽ ഇത്ര പോർഷൻ ഉണ്ട്, ഒരു സിബും പോക്കറ്റും ബാക്ക് സൈഡിലുണ്ട്. പിന്നെ ഇനി ഇതിന്റെ സെന്ററിൽ തുറന്നു കഴിയുമ്പോൾ 2 സിബാണ് വരുന്നത്. അടുത്ത കള്ളി അപ്പൊ ഒരു കള്ളി ഇത്, ഒരു കള്ളി ഇത്, ഇങ്ങനെ 2 കള്ളിയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ചെറിയൊരു സിബും പോക്കറ്റും അതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ വെക്കാം, വെള്ളം കുപ്പി വെക്കാം, ഒരു ജോഡി ഡ്രസ്സൊക്കെ വെച്ച് യാത്ര പോകുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അതല്ല ഓഫീസിൽ പോകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ബുക്ക് പേപ്പർ ഒക്കെ വെക്കണമെങ്കിൽ എല്ലാം വെക്കാൻ പറ്റുന്ന, ഇത് ഡെയിലി യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ല ഒരു യാത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ജോഡി ഡ്രസ്സൊക്കെ വെച്ച് പോകാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, നല്ല ഫോമാണ് ഇതിന്റെ. അതുകൊണ്ടാണ് ഈ ബാഗ് ഒന്നും വെയിറ്റ് ഉള്ള ബാഗ് അല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, നല്ല ഫോമാണ് ഇതിന്റെ. ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 680. ഇപ്പൊ ഞാൻ കാണിച്ച കളർ എന്ന് പറയുന്നത് വാറിന്റെ കളർ, ഒരു ചെറുപയർ പച്ചയും, ബോഡിയിലൊക്കെ ഇതുപോലെ ഡിസൈൻ. ഇനി ഇതിന്റെ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു വൈൻ ഷെയ്ഡിലാണ് കണ്ടോ. പിന്നത്തെ ഒരു ഷെയ്ഡ് കോഫി ബ്രൗൺ ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് നമുക്ക് ഓഫീസ് ജോലിക്ക് പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകളാണ്. നെക്സ്റ്റ് കാണിക്കുന്ന ബാഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഒരു ഉണങ്ങിയ ഇലയുടെ ഒക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ പാറ്റേൺ കണ്ടോ, ഇതുപോലെ ഈ പായ നെയ്തത് പോലെയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ബാഗാണ്. ഇതില്
ഇനിയും കുറെ സാധനങ്ങൾ കൊള്ളിട്ടോ. ഇതിൽ വെച്ചിരിക്കുന്ന പേപ്പർ കുറച്ച് പേപ്പർ ഇതിൽ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നല്ലോണം സ്പേസ് ഉള്ള ഒരു ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ്. ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഇവിടെ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു സിബും പോക്കറ്റും. പിന്നെ ഇതിന്റെ സെന്ററിൽ തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇനി സെന്ററിൽ ഈ പേപ്പറുകള് എടുത്തു കഴിഞ്ഞു കഴിയുമ്പോ നോക്ക് എന്തുമാത്രം സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന്. ഇതില് നമുക്ക് വെള്ളം കുപ്പി, 3 ഫോൾഡിന്റെ കൊട, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ അതിൽ വെക്കാൻ പറ്റും. അത് കൂടാതെ ഒരു സിബും ഒരു പോക്കറ്റും ഇതിന്റെ ഉള്ളിലും അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ അടിഭാഗം കണ്ടോ, ഇത്രയ്ക്ക് സ്പേസ്, ഇത്രയും വീതിയുള്ളപ്പോ ഇത്രയ്ക്കും സ്പേസും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കിട്ടും. ഇത് നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയത്. ഇപ്പോ ഒരു ദിവസമൊക്കെ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ജോഡി ഡ്രസ്സ് 2 ജോഡി ഡ്രസ്സ് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. തോളില് ഇതുപോലെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ബാഗാണ്. അതല്ലാതെ ഒരുപാട് ലെങ്തില് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കില്ല. അങ്ങനത്തെ സ്ലിങ് ഇതിന് അവൈലബിൾ അല്ല. അപ്പൊ ഇതിന്റെ ഷോൾഡറിൽ ഇടുന്ന ഒരു ബാഗാണ്. ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടിയ റെക്സിനിൽ വന്നിരിക്കുന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 950. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ച കളർ എന്ന് പറയുന്നത് ഒരു ഉണങ്ങിയ ഇലയുടെ ഒക്കെ ഒരു ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഒരു കൗഡൻ ഗ്രീൻ ആണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 3 കളറിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 950. അപ്പൊ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പൊ ഒരുപാട് പേര് കാണുന്നുണ്ട് വീഡിയോസ്, പക്ഷെ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.